Because he lives, all fear is gone. Because I know, yes I know, he holds the future. And life is worth the living just because he lives. God sent his son. They called him Jesus. He came to love, heal and forgive. He lived and died to buy my pardon. An empty grave is there to prove my Savior lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds the future. And life is worth the living just because he lives. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം കഴിഞ്ഞ 10 ദിവസത്തോളമായി നടത്തിവരുന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളും കുക്കറി ഷോയും പാപ്പ പ്രദർശനവും മറ്റും സമാപിക്കുകയാണ്. വളരെയധികം മനോഹരമായിട്ടാണ് എല്ലാവിധ ഉത്സവങ്ങളും വളരെയധികം മനോഹരമായി നടത്തുവാനാണ് ഈ സമാപന സമ്മേളനത്തിന് എൻ്റെ കടമ എന്ന് പറയുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ വളരെയധികം സമയം പാഴാക്കാതെ ആ കടമയിലേക്ക് എത്തിച്ചേരുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കിന്ന് അധ്യക്ഷനായിട്ട് നമ്മുടെ ഈ മീറ്റിംഗിന്റെ നമ്മുടെ പട്ടേൽ നഗർ ഏരിയ DMA പട്ടേൽ നഗർ ഏരിയയുടെ ജീവനാഡിയായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനീയനായ ശ്രീ കല്ലറ മനോജിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയുടെ സമാരാധ്യനായ പ്രസിഡന്റ് ശ്രീ കെ രഘുനാഥനെയും അദ്ദേഹത്തെ നമ്മുടെ ഈ യോഗത്തിലേക്ക് വളരെയധികം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും സ്വാഗതം പറയുകയാണെങ്കിൽ ഒരു സുപ്രീം കോർട്ട് ജഡ്ജ് എങ്ങനെയായിരിക്കണമെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്ക് പ്രാപ്യനായ ഒരു വ്യക്തിയാണ്, നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന തിരസ്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ കർമ്മത്തിലൂടെ തെളിയിപ്പിച്ച മഹാനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമുക്കിന്ന് മുഖ്യ പ്രഭാഷണത്തിന് വന്നിരിക്കുന്നത്. അദ്ദേഹം മുഖ്യ പ്രഭാഷണം നമുക്ക് തരാമെന്ന് ഏറ്റത് തന്നെ അദ്ദേഹത്തിന്റെ വിശാല മനസ്കതയാണ്. DMA പട്ടേൽ നഗർ ഏരിയയുടെ പേരിലും നമ്മളുടെ എല്ലാവരുടെയും പേരിലും വളരെയധികം ഹൃദ്യമായി ശ്രീ കുര്യൻ ജോസഫ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് അനുഗ്രഹ പ്രഭാഷണം തരുവാൻ വേണ്ടി ബഹുമാനീയരായ 2 വൈദിക ശ്രേഷ്ഠർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരാണ് നമ്മൾക്ക് അനുഗ്രഹ പ്രഭാഷണം നൽകുന്നത്. കരോൾബാഗ് സെന്റ് അഗസ്റ്റിൻ ഫൊറോന ചർച്ചിന്റെ വികാരിയും ഡൽഹി ഫരീദാബാദ് രൂപതയുടെ വികാരി ജനറലുമായ നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മോൺസിനോർ ജോസഫ് ഓടനാട്ട് അച്ഛനെ വളരെയധികം ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കരോൾബാഗ് മാർത്തോമ ചർച്ചിലെ മുൻ വികാരിയായിരുന്ന ഈ പ്രേമരാമച്ചൻ ഇവിടുന്ന് ബോംബെയിലേക്ക് മുളുണ്ട് എന്ന ഇടവകയിലേക്ക് ട്രാൻസ്ഫർ പോവുകയും എങ്കിലും കരോൾബാഗിലുള്ള ഈ പട്ടേൽ നഗറിലുള്ള എല്ലാവരുമായിട്ട് ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന അച്ഛനെ ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ
DMA സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ചന്ദ്രൻ ചേട്ടൻ. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. DMA എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചേട്ടനാണ്. എന്റെ ഒരു മുഖമാണ് തെളിഞ്ഞു വരുന്നത്. ചന്ദ്രൻ ചേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ DMA അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ KJ ടോണി. KJ ടോണിയെ ഞാൻ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. അദ്ദേഹം നമ്മളുടെ എല്ലാ സുഹൃത്തും സഹപ്രവർത്തകനും നമ്മളുടെ DMA പട്ടേൽ നഗർ ഏരിയയുടെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ KJ ടോണിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മാത്യു ജോസ്, DMA സെൻട്രൽ കമ്മിറ്റി ട്രഷററായ ശ്രീ മാത്യു ജോസിനെ നമ്മളുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീമതി അനിത കൈലേഷ്, DMA സെൻട്രൽ കമ്മിറ്റിയുടെ ഭാരവാഹിയ ശ്രീ അനിത കൈലേഷിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് DMA പട്ടേൽ നഗർ ഏരിയയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനും DMA ഉണ്ടായ ഈ പട്ടേൽ നഗർ DMA ഉണ്ടായ കാലം തൊട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും DMA പട്ടേൽ നഗർ ഏരിയയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ട് ഇപ്പൊ നിലനിൽക്കുകയും ചെയ്യുന്ന ശ്രീ ജോൺകുട്ടിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓമന ചേച്ചി, നമ്മൾക്കെല്ലാം ഒരു സ്വന്തം സഹോദരിയെ പോലെ ഓമന ചേച്ചിക്ക് പട്ടേൽ നഗർ ഏരിയയിലെ ഏത് വീട്ടിലോ ആരുടെ എന്തിനും എല്ലാ കാര്യത്തിനും സഹകരിച്ചു നിൽക്കുകയും എല്ലാവർക്കും എപ്പോഴും സഹായവും താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഓമന ചേച്ചി. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവസാനമായിട്ട് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഖജാൻജി, പട്ടേൽ നഗർ ഏരിയയുടെ ബഹുമാനീയനായ ഖജാൻജി ശ്രീ രഞ്ജിത് പ്രസാദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് അണികളില്ലാതെ നേതാവില്ലെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കുമാണ് സ്വാഗതം പറയുന്നതിന്റെ പ്രാധാന്യം. ഈ പട്ടേൽ നഗർ ഏരിയയിലെ എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബത്തിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും നിങ്ങളുടെ സഹകരണമാണ് ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ്. ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ ഓരോ വ്യക്തികളും സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു കെട്ടിടത്തിന്റെ മൂലക്കല്ലെന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ ഓരോ മെമ്പേഴ്സും. നിങ്ങളെല്ലാം വളരെയധികം സ്നേഹത്തിന്റെ ഭാഷയിൽ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു. DMA പട്ടേൽ നഗർ ഏരിയ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടിയുടെ ഇന്ന് സമാപന സമ്മേളനമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടും കൂടിയിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രത്യേക നമസ്കാരം. പ്രത്യേകം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു ഭാഗ്യമാണ് നമ്മുടെ പരിപാടിക്ക് മുഖ്യ അതിഥിയായിട്ടും പ്രഭാഷണം ചെയ്യാനായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗുരു സാറിനെയാണ്. അദ്ദേഹത്തിൽ നിന്ന് എന്നും രാവിലെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം വളരെ വളരെ മഹത്വമാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നമസ്കാരം അറിയിക്കുന്നു. 10 ദിവസം വലിയ ആഘോഷമാണ് DMA പട്ടേൽ നഗർ ഏരിയ സംഘടിപ്പിച്ചത്. അതിന് DMA പട്ടേൽ നഗർ ഏരിയയിലെ ചെയർമാൻ ശ്രീ മനോജ് കല്ലറ, അദ്ദേഹത്തിൻ്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനോടും ഞാൻ എത്രമാത്രം അഭിനന്ദിച്ചാലും പോരാ. പ്രത്യേകം ഓരോ മെമ്പേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടിയിൽ കൂടിയിട്ട് അവർ ഡൽഹിയിൽ എല്ലാ മലയാളികൾക്കും വിഭവസമൃദ്ധമായ ഡിഷസാണ് ഓരോ ദിവസവും മാറി മാറി അവർ ഓഫർ ചെയ്തത്. അതായത് നമ്മുടെ ജനറൽ സെക്രട്ടറി മിസസ് ചന്ദ്രൻ ഒരു ചോളപ്പുട്ടുമായിട്ട് വരുന്നു. DMAയുടെ വൈസ് പ്രസിഡന്റുമാരെ ശ്രീ മണികണ്ഠൻ ആൻഡ് ശ്രീ രഘുനാഥൻ നായർ, അവർ പിന്നെ നമ്മുടെ ട്രഷറർ മിസ്റ്റർ മാത്യു ആശംസകളുമായിട്ട് എത്തുന്നു. KJ ടോണി ആണെങ്കിൽ പോർക്ക് കറിയുമായിട്ട് വരുന്നു. നമ്മുടെ PN ഷാജി ആണെങ്കിൽ കുടുംബത്തോടൊപ്പം സ്പെഷ്യൽ പനീർ കറി. MC ഷാജി ആണെങ്കിൽ ഇതാ വരുന്നു തലശ്ശേരിയുടെ സ്പെഷ്യൽ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും ഓരോ ദിവസം ഓരോ കറികളുമായിട്ട് വരുന്നു.
അതിൻ്റെ കൂടാതെ ഗുലാബ് ജാമുൻ, ഗ്രീൻ ചിക്കൻ കറി, വെജിറ്റബിൾ ബിരിയാണി, വെജിറ്റബിൾ ഫിഷ് ഫ്രൈ, വെജിറ്റബിൾ റൈസ്, അങ്ങനെ എന്നും ഓരോ കറിയും വിഭവങ്ങളുമായിട്ട് പട്ടയം ഏരിയ ഡൽഹി മാത്രമല്ല കേരളത്തിലും വിദേശത്തും കൂടി സെർവ് ചെയ്യായിരുന്നു. 10 ദിവസം ഏതോ ആഘോഷമായിരുന്നു. എനിക്ക് എൻ്റെ പ്രോഗ്രാം ഇനാഗുറേഷൻ കണ്ടിട്ട് ദുബായിൽ നിന്ന് എനിക്ക് അയച്ചു, ഇതാ വരുന്നു ഒരു പ്രോഗ്രാം. അപ്പോൾ ഇത് വേൾഡ് മുഴുവൻ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ എടുത്തു പറയാനുള്ള കാര്യം. ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും സംഭവിക്കട്ടെ. പട്ടയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമാറാകട്ടെ. എല്ലാ ഏരിയകൾക്കും ഇതുമാതിരി ചാൻസ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അവരുടെ പ്രവർത്തനങ്ങളും അവർ അതിനോട് കാണിക്കുന്ന അർപ്പണബോധവും നമ്മളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് എന്നും ഒരു മാതൃകയായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഈ ആഘോഷങ്ങൾ കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി ആരംഭിച്ച് ജനുവരി 3-ന് 10 ദിവസം, അത് DMA സംബന്ധിച്ചിടത്തോളം 70 വർഷത്തിലേക്ക് എത്തുന്ന ഡൽഹി മലയാളി അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം DMA പട്ടയനഗർ നൽകുന്ന ഒരു പുതിയ ചരിത്ര ബോധമാണ്. 10 ദിവസം നീണ്ടുനിന്ന വളരെ വലിയ ആഘോഷ പരിപാടികൾ, അത് മാനവികതയിൽ ഊന്നുന്ന ധർമ്മ പദ്ധതികൾ, ഒപ്പം ഇന്ന് ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കുക്കിംഗ് ഷോ, ഒപ്പം കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് കരോൾ, അവരുടേതായ കലാപരമായ വാസനകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ ഈ ഏരിയയുടെ യൂട്യൂബ് വഴി നമ്മൾ ലോകത്തിന് നൽകി. അപ്പോൾ ഈ വിഷയം എന്ത് എന്നുള്ളതിനെ കുറിച്ച് കൂടി ഒരു 2 വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അത് ക്രിസ്തുമസും ന്യൂ ഇയറുമാണ്. എന്നെപ്പോലെയുള്ള ഒരു വ്യക്തി സമൂഹത്തിലേക്ക് നൽകുന്ന ഒരു ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനം എന്നുള്ളത്, മനുഷ്യന്റെ പിറവിയിൽ മതമോ ജാതിയോ ഇല്ല. ദൈവത്തിന്റെ പുത്രന്മാരായി ഈ ലോകത്തിലേക്ക് അവതരിക്കപ്പെടുന്ന എല്ലാ ഗുരുക്കന്മാരും, അവര് യേശുദേവനായാലും ശ്രീബുദ്ധനായാലും അള്ളായെ പ്രതിനിധീകരിച്ചു വന്ന മുഹമ്മദ് ആയാലും ആരായാലും, അവരെല്ലാം ലോകത്തിന് നൽകിയിട്ടുള്ള നന്മയുടെ ഒരു സംഭാവനയെ നമ്മൾ കാണേണ്ടതുണ്ട്. അതിൽ ഞാൻ എന്നും സന്ധ്യയ്ക്ക് ചെല്ലുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിലേക്ക് എന്നെ നയിച്ചത് ഞാൻ വസിക്കുന്ന കല്ലറപ്പള്ളിയിലെ അതിരാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള ഒരു മണിയാണ്. ആ മണിനാദം ഇന്നിപ്പം എല്ലാ പള്ളികളിലും ഉണ്ടോ എന്നറിയില്ല. അപ്പം ആ മണിനാദം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു രൂപമുണ്ട്. ഈ മാനവരാശിക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗപൂർണമായി കുരിശിലേറ്റി മാനവരാശിയുടെ മുഴുവൻ പാപത്തെയും ഏറിക്കൊണ്ട് അതുവരെ മനുഷ്യൻ ചെയ്ത മുഴുവൻ പാപങ്ങളും തന്നിലേക്ക് ആവാഹിച്ച് നിങ്ങൾക്കുള്ള മോചനത്തെ, പ്രത്യാശയെ, ജീവിതത്തെ ഒരു വലിയ ഭാഗത്തേക്ക് നയിക്കുന്നതിനുള്ള പ്രചോദനത്തെ യേശുദേവൻ ഈ ലോകത്തിന് നൽകി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ധ്യാദീപത്തിന്റെ വിളക്കിന്റെ മുന്നിൽ ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അവിടെയെല്ലാം വീട്ടില് ക്രിസ്ത്യൻ സഹോദരിയുണ്ട്. എൻ്റെ കൊച്ചച്ഛൻ്റെ ഭാര്യ ക്രിസ്ത്യൻ സഹോദരിയാണ്. എൻ്റെ പെങ്ങള് വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു മുക്കോനെയാണ്. ഈ തരത്തില് ജാതിക്കും മതത്തിനും അപ്പുറത്തുള്ള പ്രാർത്ഥനകളെ ജീവിതത്തിൽ കണ്ടെത്തുന്നതിന് കഴിഞ്ഞതുകൊണ്ട് ശ്രീബുദ്ധൻ, മഹാക്രിസ്തു, അള്ളാഹ്, ശ്രീ പരമേശ്വരൻ, ശ്രീകൃഷ്ണൻ, ശ്രീനാരായണ ഗുരു എന്ന് പേരൂതി നിന്നെ വാഴ്ത്തുന്നു നാട്ടുകാർ. എല്ലാം അങ്ങൊരാളെന്ന് ഞങ്ങൾക്കാകെ അറിഞ്ഞിടാം. നീ അയക്കുന്നു, നീ വിളിക്കുന്നു, നീ നിർത്തുന്നു ദേഹിയെ, നിന്റെ ഇച്ഛയ്ക്ക് കീഴിൽപ്പെട്ട് ഞങ്ങൾ വാഴുന്നു ദൈവമേ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. അവിടെ യേശുദേവനും മുഹമ്മദും ബുദ്ധനും ഹൈന്ദവതയും എല്ലാം എത്തിക്കഴിയുന്നു. അപ്പോൾ എന്തിനാണ് നമ്മുടെ ഈ രാജ്യത്ത് മതത്തിന് അധിഷ്ഠിതമായ ഒരു വർഗീയ ഭാവത്തെ ഏതെങ്കിലും തരത്തിൽ എത്തിക്കുന്നതിന് ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ചെറുക്കേണ്ട ബാധ്യത ഇത്തരത്തിലുള്ള സാംസ്കാരിക സംഘടനകൾക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരും ധരിക്കേണ്ടതില്ല. പക്ഷെ നമ്മളൊരു കാര്യം, ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കും ആഘോഷങ്ങൾക്കും അത് ഈ രാജ്യത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പട്ടയനഗർ DMA, ഈ ഇന്ന് നിലവിലുള്ള DMAയുടെ നേതൃത്വം കഴിഞ്ഞ വർഷം മുതൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം നടത്തുന്നു. അത് ഇനിയും തുടരണം. അതിൽ ഉള്ള
ആ ഒരു നന്മയുടെ വശത്തെ ലോകത്തിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ഓരോ പ്രവൃത്തിക്കും കഴിയട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അതിന് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാന്യരായ പിതാക്കന്മാരുടെ, അച്ഛന്മാരുടെ, 2 സഭകളിൽ നിന്നുള്ള വികാർ ജനറലും ബോംബെയിൽ നിന്ന് പോലും ഇതിനു വേണ്ടി ലാളിത്യത്തോടുകൂടി നമ്മളോടൊപ്പം സംബന്ധിക്കാം എന്ന് സംബന്ധിച്ച അച്ഛന്മാർ, ഒപ്പം താൻ വഹിച്ച പദവിയുടെ അപ്പുറത്തേക്ക് ഒരു റിക്കോർഡിക്കൽ വീഡിയോ തന്നുകൊണ്ട് നിങ്ങളുടെ ഈ കാര്യത്തോടൊപ്പം ഞാൻ പങ്കെടുക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു വലിയ മനസ്സ് കാണിച്ച കുര്യൻ ജോസഫ് സാർ, ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രചോദനങ്ങൾ നൽകുന്ന ഈ DMAയുടെ സെൻട്രൽ കമ്മിറ്റിയിലെ മുഴുവൻ വ്യക്തികൾ, നമ്മുടെ ഈ ഏരിയയിലെ ഈ കുക്കിംഗ് മഹോത്സവത്തിൽ പങ്കെടുത്ത നമ്മുടെ സഹോദരിമാരായിട്ടുള്ള നമ്മുടെ പെങ്ങന്മാർ, കൂട്ടുകാർ, അവർക്കെല്ലാം ഈ സന്ദർഭത്തിൽ വിനയാന്വിതനായി നമ്രശിരസ്കനായി നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു നേതൃനിരയിൽ നിൽക്കുന്ന, നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ആ നേതൃനിരയിൽ നിൽക്കുന്നത്, അതിനു വേണ്ടുന്ന ഒരു അവസരത്തെ സംഭാവന ചെയ്തിട്ടുള്ള എല്ലാവരോടും നമ്രശിരസ്കനായി നിന്നുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം നിൽക്കുന്നു. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള, ഇതിൽ പേരെടുത്ത് പറയേണ്ട ഈ കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ പോലും ശ്രീ ജെയിംസ്, NV ജെയിംസ്, അദ്ദേഹം ഞാൻ ഇവിടെ ആദ്യത്തെ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു പഠന കേന്ദ്രത്തിൻ്റെ കാര്യവും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പതാക ഉയർത്തലിന് വന്നപ്പോഴാണ് അവരിലൊക്കെ ഉള്ള ഒരു ദേശീയബോധം, അതിന് മാനവികതയായിട്ടുള്ള ഒരു മുഖമുണ്ട്. അവിടെ മതമോ ജാതിയോ മറ്റു വർഗീയതയോ ഒന്നും അത്തരത്തിലുള്ള മനുഷ്യരിലില്ല. ഒപ്പം തന്നെ മിസ്റ്റർ ഷിബു, ആ തരത്തിൽ ഇവിടെ ജവാന്മാരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് എന്ന് പറയുവാൻ ഞാൻ ഈ സന്ദർഭത്തെ വിനിയോഗിക്കുന്നു. ഒപ്പം നമ്മുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് സെക്രട്ടറിയായി ചേർന്നിട്ടുള്ള ശ്രീ PP പ്രിൻസ്, അദ്ദേഹവും ഒരു ജവാനാണ്. അദ്ദേഹം ആ ജവാനിൽ മറ്റൊരു ഗുണം കൂടിയുണ്ട്, അദ്ദേഹം ഒരു ആതുര ശുശ്രൂഷ രംഗത്തു നിന്നുള്ള വ്യക്തി കൂടിയാണ് എന്നുള്ളത് വളരെ വലിയ ഒരു ഉണർവിന് ഈ സംഘടനയ്ക്ക് ഉണ്ടാകുന്നതിനുള്ള എല്ലാ സാധ്യതകളെയും മുന്നിൽ കാണുന്നു. എല്ലാവരുടെയും മുന്നോട്ടുള്ള പ്രവർത്തനം നമ്മൾ ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. മലയാള പഠന ക്ലാസ് പോലുള്ള കാര്യങ്ങൾ, അതിലേക്കെല്ലാം നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാകണമെന്ന് വിനയാന്വിതനായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും ഏറെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം ഈ ആളുകളെല്ലാം ഇന്നിപ്പം ഞങ്ങളിവിടെ എന്നോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി, സ്ഥാപക സെക്രട്ടറിയും ഇപ്പോഴത്തെ മുഖ്യ ഉപദേശവുമായ ജോൺകുട്ടി, അദ്ദേഹവുമൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി നടത്തുന്ന സേവനങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളെ വെളിയിൽ പറയാൻ ആഗ്രഹിക്കാതെ ഒട്ടനവധി പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ ഈ സംഘടനയ്ക്ക് വളരെ വലുതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിന് പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും, ആരെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കണം, എല്ലാവർക്കും ഇതിൻ്റെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചതിൽ ഈ കാര്യങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പുണ്യാത്മാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യേശുവിൻ്റെ ആ ജനനത്തെയും അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു വലിയ പ്രത്യാശയുടേതായ ന്യൂ ഇയറിനെയും ഘോഷിക്കുമ്പോൾ കല്ലറ പഴയ പള്ളിയുടെ മുന്നിലുള്ള ഒരു ചതുരാകൃതിയുള്ള, ഇടയ്ക്ക് കുറച്ച് വിടവുള്ള, അതിനു മുകളിലുള്ള ഒരു മണിയുടെ പ്രത്യക്ഷമായ ഒരു രൂപത്തെ എൻ്റെ മുന്നിൽ സർവേശ്വരൻ എത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ നാമം വാഴ്ത്തപ്പെടട്ടെ, അത് മഹത്വത്തിൻ്റെതാകട്ടെ, അതിലൂടെ ജാതിയും മതവും വർഗവും ഇല്ലാതാകട്ടെ, അതിന് ഒരു രൂപമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ക്രിസ്മസ് നവവത്സര ആഘോഷ വേളയിൽ നാം എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ആശംസിക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എന്തുകൊണ്ട് ഇത് ഹാപ്പി ക്രിസ്മസ് ആവുന്നു, ഹാപ്പി ന്യൂ ഇയർ ആവുന്നു? ഈ രണ്ട് കൊച്ചു ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനം അനുസ്മരിപ്പിക്കുന്നതാണ്. യേശു ക്രിസ്തു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തെ രക്ഷിക്കുവാൻ വന്നു എന്നുള്ളതാണ്.
ഇനി വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് യേശുക്രിസ്തുവിനെ കാണാനാണെന്നുണ്ടെങ്കിലും അതും രക്ഷകനായിട്ട് തന്നെയാണ്. കാരണം സമൂഹത്തിന്റെ പിന്നാമ്പുറത്ത് കിടന്ന എല്ലാവരെയും, മുക്കുവരായിട്ടുള്ളവരെ, അടിച്ചമർത്തപ്പെട്ടവരെ, ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടന്നിരുന്നവരെ, കുഷ്ഠരോഗികളെ, പാപികളായിട്ട് കഴിഞ്ഞിരുന്നവരെ, ചുങ്കക്കാരായിട്ടിരുന്നവരെ, അങ്ങനെ ഒരു തരത്തിലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനായിട്ട് കഴിവില്ലായിരുന്ന, അനുവാദമില്ലായിരുന്ന എല്ലാവർക്കും യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയുള്ള തുല്യ അന്തസ്സിന് അവകാശമുണ്ട്. അത് നിങ്ങളുടെ മനുഷ്യാവകാശമാണ്. നിങ്ങളുടെ മനുഷ്യാവകാശം നിങ്ങളുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിൽ നിഷേധിക്കാൻ പാടില്ല. തുല്യ അവകാശം. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നതാണ് സാഹോദര്യം. നീതിയും സമത്വവും സ്വാതന്ത്ര്യവും 3 അവകാശങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഭരണഘടനയിൽ പറയുന്നത് സാഹോദര്യത്തെക്കുറിച്ചാണ്. ഈ സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കാര്യം എടുത്തു പറയുന്നുണ്ട് ഭരണഘടന. അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നാണ്. വ്യക്തിയുടെ അന്തസ്സ് പരിരക്ഷിക്കും. നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന വ്യക്തിയുടെ അന്തസ്സ് എന്ന് പറയുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെ പേരിൽ യാതൊരു വിവേചനയും പാടില്ലെന്ന്. എല്ലാവർക്കും തുല്യ അവകാശം, എല്ലാവർക്കും തുല്യ അന്തസ്സ്. നിനക്ക് എന്തുണ്ട്, അല്ലെങ്കിൽ നീ ആരാണ്, നീ എവിടെ നിന്നുള്ളവനാണ്, നീ ഏത് ഭാഷ സംസാരിക്കുന്നു, നീ ഏത് രാഷ്ട്രീയത്തിൽ പെടുന്നു, നീ ഏത് വർഗത്തിൽ പെടുന്നു, നീ ഏത് എന്താ പറയുക ലിംഗത്തിൽ പെടുന്നു, ലിംഗഭേദമില്ലാതെ തന്നെ എല്ലാവർക്കും ഉള്ളത് ഒരേ അന്തസ്സ്. ഇവ യാതൊരു വിവേചനയും പാടില്ല. ഈ സമത്വവും ഈ സ്വാതന്ത്ര്യവും ഈ സാഹോദര്യവും തന്നെയാണ് യേശുക്രിസ്തു അന്ന് ഉദ്ഘോഷിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഈ വ്യവസ്ഥിതിയെ, തെറ്റായ വ്യവസ്ഥിതിയെ വെറുക്കുന്നു, പക്ഷെ നിന്നെ വെറുക്കുന്നില്ല. പാപിയെ ഞാൻ വെറുക്കുന്നില്ല, പാപത്തെയാണ് ഞാൻ വെറുക്കുന്നത്. അതുകൊണ്ട് പാപികളെ, ചുങ്കക്കാരെ, അവരെല്ലാവരും കൂടെ കൂട്ടി. അവർക്ക് ആ ഒരു വലിയ അന്തസ്സിൻ്റെ, മനുഷ്യ അന്തസ്സിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി കൊടുക്കുന്ന അവരെ കൂടെ കൂട്ടി. അവർക്കൊരു മോചനത്തിൻ്റെ സദ്വാർത്ത, രക്ഷകൻ, സർവ്വജനത്തിനും വേണ്ടിയിട്ടുള്ള രക്ഷകൻ. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ കുത്തകയൊന്നുമല്ല. യേശുക്രിസ്തു എല്ലാവരുടെയും രക്ഷകനായിട്ട് അവതരിച്ചതാണ്. ആ യേശുക്രിസ്തുവിൻ്റെ അപ്രകാരമുള്ള ജനനത്തിൻ്റെ ഓർമ്മയായതുകൊണ്ടാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി. കാരണം ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളുടെ അന്തസ്സ് മനസ്സിലാക്കാൻ, ഞങ്ങൾക്കൊരു വ്യക്തിത്വം തരാനായിട്ട്, ഞങ്ങൾക്കൊരു തുല്യത തരാനായിട്ട്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാനായിട്ട്, ഞങ്ങൾക്കും ദൈവമക്കൾ എന്നുള്ള രീതിയിൽ ഒരു വിവേചനം കൂടെ എല്ലാവരെയും പോലെയുള്ള ആ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും അനുഭവിക്കാനായിട്ട് ഞങ്ങളുടെ വ്യക്തിത്വം അംഗീകരിച്ച, ഞങ്ങളുടെ അന്തസ്സ് അംഗീകരിച്ച ഒരു വ്യക്തി യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം എല്ലാവർക്കും ഇത്രയും സന്തോഷമാകുന്നത്. ആ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. യേശുക്രിസ്തു എല്ലാവരുടെയും ഒരു സഹോദരനാണ്, എല്ലാവരുടെയും സുഹൃത്താണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ചവനുമാണ്. ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടം ആളുകളുടെ മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവൻ ത്യജിച്ചത്. കാരണം അതുവഴിയായിട്ടെങ്കിലും എല്ലാവരും ഈ ഉച്ചനീചത്വങ്ങളൊക്കെ വെടിഞ്ഞ്, വിവേചനങ്ങൾ വെടിഞ്ഞ് എല്ലാവരും മനുഷ്യ മക്കൾ എന്നുള്ള ഒരേ അന്തസ്സിൻ്റെ ആ സന്തോഷവും ആ സാഹോദര്യവും അനുഭവിക്കാൻ വേണ്ടിയിട്ട്. ന്യൂ ഇയർ ഹാപ്പി ആവണം. എങ്ങനെയാണ് ന്യൂ ഇയർ ഹാപ്പി? ഇയർ ന്യൂ ആണ് അല്ലേ, എല്ലാ വർഷവും പുതിയതാണ്. പക്ഷെ ആ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ന്യൂ ആണോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മളിങ്ങനെ പുതിയതായാലേ ഈ പുതുവർഷത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്നത് എന്താ? പലപ്പോഴും നമ്മുടെ മോഹങ്ങളാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിർവിട്ട മോഹങ്ങളാണ്. സന്തോഷിക്കാൻ വകയില്ലാത്തവണ്ണം നമ്മെ ദുഃഖിപ്പിക്കുന്നത്, നമുക്ക് നമ്മുടെ പിടികിട്ടാത്ത, അല്ലെങ്കിൽ നമ്മൾ അതിരുകൾ നിശ്ചയിക്കാത്ത മോഹങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തും. പക്ഷെ പുതുവത്സരം നമ്മോട് പറയുന്നു, ഒരു പുതിയ മനുഷ്യനായി നീ ഇതിനകത്തേക്ക് പ്രവേശിക്കുക, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക. എന്താ പുതിയ മനുഷ്യൻ? പല അർത്ഥങ്ങൾ എനിക്ക് പറയാൻ കഴിയും. ഇതിരുന്നാൽ പോലും കൊച്ചർത്ഥം ഞാൻ പറയട്ടെ. നമ്മളൊരു ജെന്റിൽമാൻ, ഒരു അന്തസ്സുള്ള മാന്യനായ ഒരു മനുഷ്യനെ നിർണ്ണയിക്കുന്ന 2-3 കാര്യങ്ങൾ പറയും. 1, ആരെയും വേദനിപ്പിക്കാത്തൊരു മനുഷ്യൻ. 2, താൻ മൂലം ആരും വേദനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ.
3, താൻ മൂലം ആരെങ്കിലും സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ഈ 3 കാര്യങ്ങൾ എടുത്താൽ മതി. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളൊരു പുതിയ മനുഷ്യനാകും. 1, ഞാൻ മുഖാന്തരം ആരും ദുഃഖിക്കാൻ ഇടയാവരുത്. 2, ഞാൻ ആർക്കും ഒരു വേദനയും നൽകുകയില്ല. 3, ഞാൻ മുഖാന്തരം എല്ലാവരും സന്തോഷിക്കാൻ ഞാൻ കാരണക്കാരനാണ്. അങ്ങനെ ഞാൻ മുഖാന്തരം മറ്റുള്ളവർ സന്തോഷിക്കാൻ ഇടയാവുക എന്ന് പറയുന്നതാണ് ഈ സാമൂഹ്യ അവബോധം എന്ന് പറയുന്ന ഒരു വസ്തുത, അല്ലെങ്കിൽ ആ ഒരു ആശയം. കാരണം നമ്മൾ സമൂഹ സൃഷ്ടിയാണ് മനുഷ്യൻ. മറ്റൊക്കെ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ മനുഷ്യനൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഒരു ചങ്ങലയിൽ കോർത്തിറക്കിയ ഒരു കണ്ണിക്ക് അതിൽ തന്നെ ഒരു ബലവുമില്ല. പക്ഷെ ചങ്ങലയുടെ ഭാഗമാകുമ്പോഴോ ചങ്ങലയ്ക്ക് വലിയ ബലമുണ്ട്. ഒരു വടം, കയറ് ചകിരിനാരുകൾ കൊണ്ട് പിരിച്ചുണ്ടാക്കിയതല്ലേ. നാരിന് ഒറ്റയ്ക്ക് ഒരു ബലമില്ല. പക്ഷെ നാരുകൾ കൂടിച്ചേരുമ്പോഴോ നല്ല ബലമായി, വടമായ ബലമായി. ഇതാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ബലമെന്ന് പറയുന്നത്. ആ കൂട്ടായ്മയിൽ ബലമുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവനവൻ്റെ സ്വന്തം കാര്യം നോക്കിയാൽ പോരാ, അവരൻ്റെ സുഖം കൂടി അന്വേഷിക്കണം, അത് പരിഗണിക്കണം. അന്വേഷിക്കുക മാത്രമല്ല, അത് പരിഗണിച്ചിട്ട് വേണം അവനവൻ സുഖിക്കാനായിട്ട്. അതുകൊണ്ടാണ് അവനവന് ആത്മസുഖത്തിനെ ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനും കൂടെ വരണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈ വസുദൈവ കുടുംബം എന്ന് പറയുന്നതിന് എല്ലാവരെയും മനുഷ്യ സമൂഹം തന്നെയല്ലേ. അതുകൊണ്ട് എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എൻ്റെ സൗകര്യം, എൻ്റെ സ്ഥാനം, എൻ്റെ മാനം അല്ല, അത് മാത്രമല്ല, അത് മറ്റുള്ളവരെയും കൂടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മറ്റുള്ളവരെയും കൂടെ പരിഗണിച്ചിട്ട് വേണം അത് അനുഭവിക്കാനും അത് അന്വേഷിക്കാനും. ആ അർത്ഥത്തിൽ നമ്മൾ ഒരു പുതിയ മനുഷ്യരായി മാറാൻ കഴിഞ്ഞാൽ ഈ വത്സരം നമുക്ക് പുതിയതായിരിക്കും. വലിയ പ്രതീക്ഷകളും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സ്വപ്നങ്ങളെല്ലാം പൂവണിയും. പക്ഷേ ആ സ്വപ്നങ്ങൾ പൂവണിയാനായിട്ട് നമ്മൾ ആ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അത് മറ്റാരെയും വേദനിപ്പിച്ചുകൊണ്ടാവരുത്, മറ്റാരെയും അത് മുഖാന്തരം ദുഃഖിപ്പിച്ചുകൊണ്ടാവരുത്. മറ്റെല്ലാവർക്കും അത് മുഖാന്തരം കൂടി സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നൽകിക്കൊണ്ടാവണം. അവരെന്നെ പരിഗണിച്ചുകൊണ്ടാവണം. അവരെന്നെ ആത്മസുഖം കൂടെ കിട്ടുന്നതും കൂടിയാണ്. ആ അർത്ഥത്തിൽ ഒരു പുതിയ മനുഷ്യനായി ഈ പുതിയ വത്സരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാവും. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. ഞാൻ ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നത് നിങ്ങൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അർത്ഥം ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് ഈ വർഷം ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഒരു ചിന്ത മതി, നമ്മുടെ ഒരു ചെറിയ നടപടി മതി, നമ്മുടെ ഒരു ചെറിയൊരു പരിഗണന മതി, നമ്മുടെ ചെറിയൊരു പങ്കുവെക്കൽ മതി, നമ്മുടെ ചെറിയൊരു പങ്ക് ചേരൽ മതി. അവരുടെ സുഖം ഉണ്ടാവും, അവരുടെ സന്തോഷം ഉണ്ടാവും. ആ അർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും പരസ്പരം സന്തോഷിപ്പിക്കുന്ന, പരസ്പരം പരിഗണിക്കുന്ന, പരസ്പരം ഒന്നാവുന്ന ആ അർത്ഥത്തിലുള്ള ആ ഒരു പുതിയ വത്സരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ഡൽഹി മലയാളി അസോസിയേഷൻ പട്ടേൽ നഗർ ശാഖയുടെ 10 ദിവസം നീണ്ടുനിന്ന ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ സമാപനം ജനുവരി 3-ാം തീയതി നടക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ 70 വർഷത്തോളമായി ഡൽഹിയിലെ മലയാളികളുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി പ്രവർത്തിക്കുന്ന DMA ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും സാംസ്കാരിക രംഗത്തും സുദീർഘമായ സേവനം കാഴ്ചവെക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കേരളത്തിലെ ഇക്കഴിഞ്ഞ പ്രളയകാലങ്ങളിലും കോവിഡ് മഹാമാരിയുടെ കാലത്തുമെല്ലാം നിസ്സഹായരായ മനുഷ്യർക്ക് സഹായം എത്തിക്കാനുള്ള അസോസിയേഷൻ്റെ പരിശ്രമം തികച്ചും ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഡൽഹിയിലെ പ്രവാസി സമൂഹത്തിന് മലയാളി അസോസിയേഷൻ വലിയൊരു അനുഗ്രഹമാണ്. പ്രവാസി മലയാളികൾ തമ്മിൽ പരസ്പരം സഹകരിച്ച് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും സഹനങ്ങളിലും പങ്കുചേർന്ന് ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരുമയോടെ പ്രവർത്തിച്ചാൽ ഏത് പ്രതിസന്ധികളെയും നേരിടാനും അതിജീവിക്കാനും നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. വേദനകളും വിഷമങ്ങളും ഒറ്റപ്പെടലും
ഉറ്റവർ പോലും മാറ്റി നിർത്തിയ അനുഭവങ്ങൾ നിറഞ്ഞ 2020 വിട പറഞ്ഞ് സ്നേഹവും കരുതലും പങ്കുവയ്ക്കലും ഒത്തുചേരലും ശാന്തിയും ആരോഗ്യവും സമ്പത്തുമെല്ലാം 2021 വീണ്ടും നമ്മിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയോടെ പുതിയ വർഷത്തെ നമുക്ക് വരവേൽക്കാം. പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ഈ അവസരത്തിൽ DMAക്ക് പ്രവാസി മലയാളികളുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി കൂടുതൽ വിജയകരമായി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് കരോൾ ബാഗിലെ സെന്റ് അഗസ്റ്റിൻ ഇടവകയുടെ പേരിൽ പ്രത്യേകമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യസമ്പന്നമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഡൽഹി മലയാളി അസോസിയേഷൻ പട്ടേൽ നഗർ ഏരിയയുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷ സമാപന സമ്മേളനത്തിൽ എന്നെയും പങ്കുകാരനാക്കിയതിൽ നിങ്ങളെല്ലാവരോടുമുള്ള എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. 2020 ചരിത്രത്തിന്റെ ഭാഗമായി തീരുകയും 2021 നാം പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്ന സന്ദർഭമാണല്ലോ ഇത്. മനുഷ്യന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട്, മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷകളുടെയും മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഒരു കുഞ്ഞു വൈറസ് ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ കാഴ്ചയാണ് 2020 നാം കണ്ടത്. ഫലകരമായ ഒരു വാക്സിനു വേണ്ടിയും ഒരു മരുന്നിനു വേണ്ടിയുമുള്ള അന്വേഷണങ്ങൾ ഏതാണ്ട് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന വസ്തുതയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നാം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ ഒരു പുതിയ വർഷത്തിന്റെ സന്ദേശം എന്താണ് നമുക്ക് തരുന്നത്? എല്ലാം പുതുതായി ആരംഭിക്കുവാൻ ദൈവം മനുഷ്യന് ഒരവസരം കൂടി നൽകുന്നു എന്നുള്ളതാണ് ഓരോ പുതിയ വർഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ വീണ്ടെടുക്കുക, മറന്നുപോയ പ്രാർത്ഥനകൾ ഓർത്തെടുക്കുക, അന്യം നിന്നുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക, ഇതൊക്കെ പുതിയ വർഷത്തിൽ സാധിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ചിന്തകൻ നമ്മെ ഓർപ്പിക്കുന്നത് പോലെ മടങ്ങി വരാനാവാത്ത ദൂരത്തിൽ ആരും അകന്നു പോയിട്ടില്ല, കണ്ടെത്താനാകാത്ത വിധം ഒന്നും കളഞ്ഞു പോയിട്ടില്ല. ഈ പ്രതീക്ഷയാണ് പുതിയ വർഷത്തിൽ നമ്മെ മുൻപോട്ട് നയിക്കേണ്ടത്. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ശാസ്ത്രജ്ഞനായിരുന്നു തോമസ് ആൽവ എഡിസൺ. ദുരിതങ്ങളിൽ നിന്നും വിജയത്തിലേക്ക് നടന്നു കയറിയ കഥയാണ് തോമസ് ആൽവ എഡിസന്റേത്. 1914 $2 മില്യൺ വിലമതിക്കുന്ന അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയും അതിലെ ഉപകരണങ്ങളും അഗ്നിക്കിരയായി. കത്തി ചാമ്പലായിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണശാലയ്ക്ക് സമീപം നിന്ന എഡിസൺ തന്റെ മകൻ ചാൾസിനെ വിളിച്ചു പറഞ്ഞു, ചാൾസ്, നിന്റെ അമ്മ എവിടെയാണ്? ഉടനെ വിളിച്ചുകൊണ്ടുവരൂ. ഇതുപോലെ ഒന്ന് അവളുടെ ജീവിതത്തിൽ ഇനി കാണാൻ സാധിച്ചു എന്ന് വരികയില്ല. അടുത്ത ദിവസം എരിഞ്ഞടങ്ങിയ പരീക്ഷണശാലയുടെ മുൻപിൽ നിന്നുകൊണ്ട് തോമസ് ആൽവ എഡിസൺ ലോകത്തോട് പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: ഈ ദുരന്തത്തിൽ നിന്നും ഒരു വിലപ്പെട്ട കാര്യം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എല്ലാ കുറവുകളും എല്ലാ പിഴവുകളും കത്തിയെരിഞ്ഞ് പോയിരിക്കുന്നു. പഴയതെല്ലാം മറന്ന് പുതുതായി ഒന്ന് ആരംഭിക്കാനാമല്ലോ. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പഴയതെല്ലാം മറന്ന് പുതിയതൊന്ന് ആരംഭിക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സംഭവം നടന്ന് കൃത്യം 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എഡിസൺ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചത്.
2020 പോരായ്മകളൊക്കെ വെന്ത് വെണ്ണീറാവട്ടെ. എല്ലാം നമുക്ക് പുതുതായി ആരംഭിക്കാം. പ്രതീക്ഷയാണ് മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്ന ഇന്ധനം. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: യു ക്യാൻ ലീവ് 3 days without food, 3 hours without water, but you can't live even 3 minutes without hope. ഭക്ഷണമില്ലാതെ 3 ദിവസം നിങ്ങൾക്ക് കഴിയാം, വെള്ളമില്ലാതെ 3 മണിക്കൂർ നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ പ്രതീക്ഷയില്ലാതെ വെറും 3 മിനിറ്റ് പോലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. 2020 അനുഭവങ്ങൾ നമ്മുടെ പ്രതീക്ഷകളെ ഒരുപക്ഷെ തല്ലിക്കെടുത്തിയിരിക്കാം, നമ്മുടെ കണക്ക് കൂട്ടലുകളെ എല്ലാം മാറ്റിമറിച്ചിരിക്കാം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, 2021 നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? എല്ലാം പുതിയതായി ആരംഭിക്കാൻ ദൈവം ദാനം തന്ന ഒരു വർഷം. ഈ വർഷത്തെ പ്രതീക്ഷയോടെ നമുക്ക് വരവേൽക്കാം. ഈ വർഷത്തിൽ പ്രതീക്ഷയോടെ നമുക്ക് ജീവിക്കാം. ഒരു വൈറസിനും അപഹരിക്കാനാവാത്ത പ്രത്യാശയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ഒരു വൈറസിനും കെടുത്തിക്കളയാനാവാത്ത ധൈര്യവും ബലവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു പുതിയ വർഷ അനുഭവം ഞാൻ ആശംസിക്കുന്നു. പ്രതീക്ഷയോടെ മുന്നേറാം. പ്രതീക്ഷയില്ലാത്ത ജീവിതം നിരർത്ഥകവും നിരാശ നിറഞ്ഞതും ആയിരിക്കും. അതുകൊണ്ട് 2021 ഏറ്റവും പ്രതീക്ഷയോടെ ജീവിപ്പാൻ നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ പുതുവർഷ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. TMA പട്ടേൽ നഗർ ഏരിയയുടെ ക്രിസ്മസ് നവവത്സര ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ശ്രീമാൻ കല്ലറ മനോജ്, ഡൽഹി മലയാള അസോസിയേഷന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ K. രഘുനാഥ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡൽഹി മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ, മോൺസിംഗർ ജോസഫ് ഓടനാട്, വികാരി ജനറൽ ഡൽഹി ഫരീദാബാദ് രൂപത, റഫറൻസ് ഈപ്പൻ എബ്രഹാം, വികാരി ക്രിസ്റ്റോ മാത്തോമ ചർച്ച് ബോംബെ, പട്ടേൽ നഗർ DMAയുടെ മുഖ്യ ഉപദേശമായ എൻ്റെ ഉത്തമ സുഹൃത്ത് CJ ജോൺ, ഡൽഹി മലയാള അസോസിയേഷന്റെ സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേരുന്നു. എൻ്റെ പ്രത്യേക DMA പറ്റി 2 വാക്കുകൾ പറയുക എന്നുള്ളതാണ്. പറയുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഏരിയ എടുത്തു പറയാനുണ്ട്. പട്ടേൽ നഗർ ഏരിയ എന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ചിട്ട് ഈ COVID-19 എന്ന മഹാമാരിയിൽ വളരെയധികം കാര്യങ്ങൾ വളരെ പല ആൾക്കാരെയും സഹായിക്കാനുള്ള ഒരവസരം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് വളരെ നന്നായിട്ട് പ്രവർത്തിച്ച ഒരു ഏരിയയാണ് ഈ കാര്യത്തിൽ. അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റിയോട് വളരെ ഒത്തൊരുമിച്ച് അടുത്തു ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആണ് പട്ടേൽ നഗർ എന്ന് പറയുന്നതിലൊക്കെ സന്തോഷമുണ്ട്. ഡൽഹി മലയാള അസോസിയേഷൻ സ്ഥാപിച്ചത് 1949 ശ്രീ AK ഗോപാലന്റെ നേതൃത്വത്തിൽ ഒരു തൊഴിലാളി സംഘടനയായിട്ട് രൂപീകരിച്ച സംഘടന, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സംഘടന, ഇന്നും അതിൻ്റെ ഉദ്ദേശശുദ്ധിയോടുകൂടി വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനമുണ്ട്. എന്തിനു വേണ്ടി അന്ന് ഈ സംഘടന സ്ഥാപിച്ചോ അതേ ലെവലിൽ തന്നെ സാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ എന്നും
സ്വന്തം ആവശ്യമായി ആണെന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിക്കുന്ന 25 ശാഖകളാണ് ഡൽഹി മലയാളീസിനുള്ളത്. ഈ 25 ശാഖകളിലെ ഓരോ പ്രവർത്തകരും എന്തുദ്ദേശത്തോടാണോ നമ്മൾ സംഘടന ഉണ്ടാക്കിയത് ആ ഉദ്ദേശത്തോടെ മാത്രം പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് നമ്മുടെ വിജയം. ഇന്ന് സഹായത്തിലൂടെയും വിദ്യാഭ്യാസ സഹായ നിധിയിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും ഡൽഹി മലയാള സ്റ്റേഷൻ എന്നും എല്ലാ തരത്തിലും എല്ലാ കഷ്ടപ്പെടുന്ന ആൾക്കാരെയും നമ്മൾ സഹായിക്കുന്നുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും വലിയ അഭിമാനവും അതുതന്നെയാണ്. നമുക്കെല്ലാവർക്കും ഏത് സമയത്തും ഏത് പ്രശ്നങ്ങളുണ്ടായാലും ഡൽഹി മലയാള 25 ശാഖാ പ്രവർത്തകരും മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ വിജയമെന്ന് നമുക്ക് പറയാം. ഇനിയുള്ള കാലങ്ങളിലും നമുക്ക് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ നിന്നും വളരെ വേദനാജനകമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കുണ്ടായി. നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളും മലയാളികളും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. ഇന്നലെയും ഒരു മലയാളി സ്ത്രീ കോവിഡായിട്ട് മരണപ്പെട്ടു. ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാനസികമായിട്ട് വളരെ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഈ ടെൻഷനിൽ നിന്നൊക്കെ മാറി നല്ലൊരു ഒത്തൊരുമയോടുകൂടി എല്ലാവരും വീണ്ടും ഒരു കൂട്ടിച്ചേരലോടുകൂടി നമുക്ക് പ്രവർത്തിക്കാമെന്ന് ഉള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. DMA പട്ടേൽ നഗർ ഏരിയയിലെ എല്ലാ DML മെമ്പേഴ്സിനും പുതുവത്സരാശംസകൾ. ക്രിസ്മസ് ദിനത്തിൽ ആരംഭിച്ച ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ DMയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ രഘുനാഥ് സാറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ ഫംഗ്ഷൻ ഇന്നേക്ക് 10 ദിവസം തികയാണ്. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് പാചക ഷോയും കൂടാതെ ഒരുപാട് ആക്ടിവിറ്റികളും എല്ലാം ചെയ്ത് DMA പട്ടേൽ നഗർ ഏരിയ മറ്റുള്ള എല്ലാ ഏരിയകൾക്കും മാതൃകയായിരിക്കുകയാണ്. ഏരിയ ചെയർമാൻ കലറ മനോജിനും ടീം അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഡൽഹി മലയാളി അസോസിയേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോകം മുഴുവൻ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണ മഹാമാരിയുടെ സമയത്ത് പോലും ഡൽഹി മുഴുവൻ മലയാളികൾക്ക് കൈത്താങ്ങായിട്ട് പ്രവർത്തിച്ച ഡൽഹിയിലെ ഏറ്റവും വലിയ ഏറ്റവും പഴയതായ DMA യാതൊരുവിധ ആശങ്കകൾക്കും വക കൊടുക്കാതെ ഡൽഹിയിലുള്ള മലയാളികൾക്ക് സുരക്ഷിതരായി ജീവിക്കാൻ എപ്പോഴും DMയുടെ കൈത്താങ്ങുണ്ടെന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ മഹാമാരിയുടെ സമയത്ത് ഹെൽപ്പ് ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് എന്നൊരു ഗ്രൂപ്പിലൂടെ സഹായം ആവശ്യമായിട്ടുള്ള എല്ലാ മലയാളികൾക്കും സഹായം എത്തിക്കാനായിട്ട് DMയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തും മരുന്നുകൾ എത്തിച്ചും ഹോസ്പിറ്റലിൽ പരിചരണം ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് അത്തരത്തിലും കോവിഡ് മൂലം മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങിനും DMA മുൻകൈയെടുത്തു. അതുകൂടാതെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ക്വാർട്ടർലി ജേണൽ ത്രൈമാസിക നമ്മൾ DMA പുറത്തിറക്കുകയായിരുന്നു. 25 ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങൾ ഡൽഹി മുഴുവനുള്ള മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ത്രൈമാസിക റിലീസിലൂടെ DMA കൈവച്ചിരിക്കുന്നത്. കൂടാതെ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രഘുനാഥ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി ഡൽഹിയിലുള്ള മലയാളികൾക്ക് ഏറ്റവും ഉചിതമായ അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻകൈയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സാറിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്ന ഈ കമ്മിറ്റി 25 ഏരിയയിലെ ഭാരവാഹികളും മെമ്പേഴ്സും ചേർന്ന് ഡൽഹി മുഴുവനുള്ള മലയാളികൾക്ക് ഒരു കൈത്താങ്ങായി നിലകൊള്ളുന്നു. ഡൽഹിയിലുള്ള എല്ലാ മലയാളികളും ഒരു 50 രൂപ മുടക്കി മെമ്പറാകാവുന്ന ഒരു സംഘടനയാണ് DMA. ഇപ്പോൾ പട്ടേൽ നഗർ ഏരിയ ആ ഏരിയയിൽ വരുന്ന എല്ലാ ആളുകളെയും മെമ്പറാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. കൂടാതെ ഒത്തിരി ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവനിംഗ് കോളേജുകൾ, വിധവാ പെൻഷൻ, അതുപോലെ ഹയർ സ്റ്റഡീസിന് വേണ്ട സഹായം ആവശ്യമായ കുട്ടികൾക്ക് ആവശ്യമായ സഹായങ്ങൾ, അതുകൂടാതെ പെൺമക്കളുടെ വിഭാഗത്തിന് സഹായിക്കുന്ന കർമ്മ പദ്ധതികൾ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് DMA മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മലയാളിക്കും ഒരു കൈത്താങ്ങായി നിലകൊള്ളുമെന്ന ഉറപ്പ് DMA മുന്നോട്ട് വയ്ക്കുന്നു. ഡൽഹിയിലുള്ള ഏത് ഭാഗത്തും ഒരു മലയാളിക്ക് എപ്പോൾ ആവശ്യം വന്നാലും
DMA കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. DMA പട്ടേൽ നഗർ ഏരിയയിലെ ഇത്തരത്തിലുള്ള ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ഒരു പുതുമയോടുകൂടി അവതരിപ്പിക്കാൻ മുൻകൈയെടുത്ത എല്ലാ ഭാരവാഹികൾക്കും അവിടുത്തെ ബഹുമാനപ്പെട്ട മെമ്പേഴ്സിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുകൂടാതെ ഡൽഹിയിലുള്ള എല്ലാ മലയാളികൾക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുകയും ചെയ്തു. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം, ഒത്തൊരുമിച്ച് DMAയുടെ കുടക്കീഴിൽ. ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങളും മികച്ച പ്രവർത്തനങ്ങളുമായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജയ് ഹിന്ദ്. നമസ്കാരം. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ കല്ലറ മനോജ്, ഇന്നത്തെ മുഖ്യാതിഥി സുപ്രീം കോർട്ട് റിട്ടയർഡ് ജഡ്ജ് ജസ്റ്റിസ് ശ്രീ കുര്യൻ ജോസഫ് സാർ, ഡൽഹി മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, മറ്റ് സഹപ്രവർത്തകർ, എന്നെ കൂടാതെ ഇവിടെ സംസാരിക്കാനെത്തിയിരിക്കുന്ന മറ്റ് പ്രാസംഗികർ, ലോകമെമ്പാടുമുള്ള എന്നെ കേൾക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ പുതുവർഷത്തിൻ്റെ ആശംസകൾ. രണ്ടായിരത്തി 2021 പടിക്കൽ നമ്മൾ നിൽക്കുകയാണ്. ഈ വർഷം പ്രതീക്ഷകളുടെ ഒരു വർഷമാണ്. എന്തുകൊണ്ട് പ്രതീക്ഷകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1921 മുതൽ 2020 വരെയുള്ള ഒരു നൂറ്റാണ്ടുകാലം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് ഇത്രമാത്രം വ്യാകുലപ്പെടുകയും ബുദ്ധിമുട്ടുകയും ആകുലതകളിലൂടെയും കടന്നുപോയ ഒരു കാലഘട്ടം ഒരുപക്ഷെ എൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് അന്യമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഇതിനു മുന്നേ ലോകം മുഴുവനുള്ള മനുഷ്യർ ആകുലതകളിലൂടെ കടന്നുപോയത്. പക്ഷേ 2019 അവസാനം മുതൽ ഇന്ന് വരെ ഇപ്പോഴും ലോകം മുഴുവൻ ഒരു വലിയ മഹാമാരിയുടെ മുന്നിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ ഈ കടന്നുപോകലുകളിൽ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. നമ്മൾ വളർന്നു വന്ന അല്ലെങ്കിൽ കണ്ട് ശീലിച്ച പരിചയിച്ചു വന്ന ജീവിത ശൈലികളിൽ നിന്നും ജീവിത രീതികളിൽ നിന്നും മാറി ചിന്തിക്കുവാനും വഴിമാറി നടക്കുവാനും നമ്മൾ പഠിച്ചു. മുഖം കവർ ചെയ്ത് എപ്പോഴും കൈ കഴുകി സാനിറ്റൈസറുടെ സഹായത്തോടെ കൈ കഴുകി വൃത്തിയാക്കി ഇതിനു മുന്നൊരു ഒരു കാലവും മനുഷ്യർ ജീവിച്ചിട്ടില്ല. പക്ഷേ 2020 നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. കാരണം ഇന്ന് വരെ അനുവർത്തിച്ചു വന്ന ഒരു ജീവിത ശൈലിയിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ വഴി നടത്തുകയായിരുന്നു 2020 എന്ന് പറയുന്ന ഒരു വർഷം. അതാണ് 2020 പോസിറ്റീവായിട്ടുള്ള സൈഡ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ 2020 നിന്ന് പഠിക്കാനുണ്ട്. നമുക്കറിയാം, എല്ലാ ചടങ്ങുകളും എല്ലാ ആഘോഷങ്ങളും നമ്മൾ വളരെ ആഘോഷപൂർവ്വം ആർഭാടപൂർവ്വം നടത്തിയിട്ടുള്ളതാണ്. ഒരു വിവാഹ ചടങ്ങ് പോലും 1000, 1200, 1300 അതിൽ കൂടുതൽ ആൾക്കാരും വെച്ച് നമ്മൾ വിവാഹങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് നമ്മൾ. ഒരു മരണത്തിന് പോലും 1000ങ്ങളും 10000ങ്ങളും കൂടിയ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് പോലും, രാഷ്ട്രപതി പോലും അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങ് പോലും നടത്തിയത്
വളരെ ചുരുക്കം ആൾക്കൂട്ടത്തോടു കൂടിയാണ്. അപ്പോൾ എന്നിട്ടും കാര്യങ്ങളെല്ലാം അതേമാതിരി നടന്നുപോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2021 നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആർഭാടങ്ങളില്ലാതെയും അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങളില്ലാതെയും നമ്മൾക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു വർഷം കൂടിയാണിത്. 2021 മുതൽ നമ്മൾക്ക് ഒരു പുതിയ ജീവിതശൈലിയിലേക്ക് ഉള്ള ഒരു മാറ്റവുമായിട്ടാണ് 2021 പിറവി തന്നെ. 2020 കണ്ടിന്യൂവേഷനായിട്ട് തന്നെ മനുഷ്യർ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ നമ്മൾക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം. ഇന്നത്തെ ചിന്താവിഷയമായ സാധാരണക്കാരും ആഘോഷങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ആഘോഷങ്ങൾ ഇന്നും ഒരു ആചാരത്തിൻ്റെ ഭാഗമാവുകയും അല്ലെങ്കിൽ ആചാരങ്ങൾ ആഘോഷത്തിൻ്റെ ഭാഗമാവുകയും രണ്ടും കൂടി ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് മുന്നേ കടന്നുപോയ പൂർവികർ നമ്മൾക്ക് പറഞ്ഞു തന്നിരുന്നത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ്. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും ശരി, അല്ലെങ്കിൽ എത്ര ദുരിതത്തിലായിരുന്നെങ്കിലും ശരി, നിങ്ങൾ ഓണം ആഘോഷിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അവർ നമ്മൾക്ക് പകർന്നു തന്നത്. അത് ലോകമെമ്പാടുമുള്ള മലയാളികൾ അതിന് എവിടെയായിരുന്നാലും ശരി അവർ ഓണം ആഘോഷിക്കുക തന്നെ ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം 2020 ഓണം അത്ര വലിയ ആഘോഷമില്ലെങ്കിലും നമ്മളുടെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവരും ഓണം ആഘോഷിക്കുക തന്നെ ചെയ്തു. അതുപോലെ തന്നെ ക്രിസ്മസും. ഇപ്പോൾ ഇന്നത്തെ ഈ പരിപാടി പോലും അതിനുള്ള ഒരു വളരെ ഉദാഹരണമാണ്. ഇന്ന് ഒരു നല്ല സദസ്സിന് മുന്നിൽ നടത്തേണ്ടിയിരുന്ന ഈ പരിപാടി നമ്മൾ വെർച്വലായിട്ട് സോഷ്യൽ മീഡിയകളിലൂടെ ഈ പരിപാടി നടത്തുകയാണ്. അപ്പം അതിനർത്ഥം തന്നെ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിച്ചു തുടങ്ങി, അല്ലെങ്കിൽ മാറ്റത്തെ ആ രീതിയിൽ തന്നെ കാണാൻ നമ്മൾക്ക് ചെയ്തു തുടങ്ങാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ആ ഒരു പാഠശാല അത് നമ്മൾക്ക് പകർന്നു തന്നത് ഇനിയുമുള്ള കാലം ഒരു പക്ഷേ നമ്മൾ ആർഭാടങ്ങളില്ലാതെയും ആർഭാടങ്ങളില്ലാതെ നമ്മൾക്ക് ആഘോഷങ്ങൾ നടത്താൻ കഴിയും എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയിലേക്കും ഈ ഒരു സന്ദേശം നമുക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എത്ര ബുദ്ധിമുട്ടായിരുന്നത് ശരി, കാരണം ആഘോഷങ്ങൾ എന്നും മനുഷ്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആഘോഷങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ മനുഷ്യ സംസ്കാരത്തിൻ്റെ ആ ഒരു സംസ്കാരമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ആ ഒരു സംസ്കാരത്തിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആ ഒരു ജനങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകേണ്ടി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ സത്യം. ഒരു പക്ഷേ ആർഭാടങ്ങളില്ലാതെ തന്നെ നമ്മൾ ആഘോഷങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അന്ന് നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇനി വരുന്ന വർഷങ്ങളിലേക്ക് നമ്മളുടെ ആഘോഷങ്ങളും ആചാരങ്ങളും തുടർന്നുകൊണ്ട് ആർഭാടങ്ങളില്ലാതെ അതിനെ നടത്തിക്കൊണ്ട് പോകേണ്ട ചുമതല അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകർന്നു നൽകണം. ബഹുമാന്യരെ, DMA പട്ടേൽ നഗർ ഏരിയയുടെ പുതുവത്സരാഘോഷങ്ങൾ നടക്കുകയാണല്ലോ. അശാന്തിയുടെ ഒരു വർഷം കടന്നുപോയിരിക്കുകയാണ്. ഒരു പ്രതീക്ഷയുടെ പുതുവത്സരത്തിൻ്റെ തുടക്കം ആയിരിക്കട്ടെ ഈ ആഘോഷം എന്ന് ആശംസിക്കുകയാണ്.
DMAയുടെ എല്ലാ ഏരിയകളും പുതുവത്സരം ക്രിസ്മസ് പരിപാടികൾ ആഘോഷിക്കാറുണ്ട്. ഇത്തവണ DMA പട്ടേൽ നഗർ ശാഖ അതിന് തുടക്കം കുറിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ മനോജിനോട് ചോദിച്ചിരുന്നു എന്താണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന്. അപ്പോൾ മനോജ് എന്നോട് പറഞ്ഞത് DMA സാംസ്കാരിക സമുച്ചയത്തിൻ്റെ പണി നടന്നതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ മതിയാകുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും 1959 സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ ഇന്നത്തെ DMA. ഒരു തൊഴിലാളി യൂണിയനായിട്ടാണ് അത് രൂപീകൃതമായത്. DMA രാഷ്ട്രീയമായോ ജാതി മത ഭേദമില്ലാതെയോ അന്നു മുതലേ നിലകൊണ്ട ഒരു ഓർഗനൈസേഷനാണ്. അതിന് ഉദാഹരണമാണ് സഖാവ് AKജിയും ശ്രീ കൃഷ്ണൻ നായരും രാജഗോപാലൻ സാറും MM ജേക്കബും AT സൈനുദ്ദീനും AV ഭാസ്കരനും AT സൈനുദ്ദീനും ഒക്കെ ഈ അസോസിയേഷനുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു എന്നുള്ളത്. 2000 ആണ്ട് വരെ ഒരു ആസ്ഥാനത്തിനെക്കുറിച്ച് DMA ചിന്തിച്ചിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തിന് വേണ്ടി DMA സെൻട്രൽ കമ്മിറ്റി ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ഗവൺമെൻറ് RK പുരത്ത് നമുക്കൊരു സ്ഥലം അലോട്ട് ചെയ്ത് തരികയുമാണ് ഉണ്ടായത്. ആ സ്ഥലത്തിന് വേണ്ടി ഈ ഫണ്ട് സ്വരൂപിച്ചതിനെക്കുറിച്ചൊക്കെയുള്ള കഷ്ടപ്പാടുകൾ അന്നത്തെ നമ്മുടെ പ്രസിഡന്റ് ശ്രീ ഭാസ്കർജിയുടെ വായിൽ നിന്ന് കേൾക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭാസ്കർജിയുമായിട്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ട്. അദ്ദേഹം അന്നത്തെ കഷ്ടപ്പാടുകൾ അയവിറക്കാറുണ്ട്. പ്ലോട്ടിന് ഫണ്ട് സമാഹരിച്ചതിന് വളരെ അധികം പേർ സഹായിച്ചിരുന്നു. ഏരിയ വളരെ ആത്മാർത്ഥമായിട്ടാണ് സെൻട്രൽ കമ്മിറ്റിയെ സഹായിച്ചത്. അന്ന് ഏരിയയും സെൻട്രൽ കമ്മിറ്റിയുമായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നതിന് കുറച്ച് കുറവ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. പ്ലോട്ട് കിട്ടി വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ പണി ആരംഭിച്ചത്. അന്ന് നമ്മുടെ ഇന്നത്തെ പ്ലോട്ടിൻ്റെ ഏറ്റവും പിറകു വശത്തൊരു ചെറിയ ഒരു കെട്ടിടം നമ്മൾ പണിഞ്ഞിരുന്നു, ടെമ്പററി സ്ട്രക്ചർ. അതിനകത്തായിരുന്നു നമ്മുടെ മീറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അന്നത്തെ കമ്മിറ്റി ഈ കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോൾ ഭാസ്കർജിയുടെ നേതൃത്വത്തിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. അത് ശ്രീ TP മണിയപ്പൻ കൺവീനറായിട്ടും ഞാൻ അനിത കലേഷ് ജോയിൻറ്റ് കൺവീനറായിട്ടുമുള്ള ഒരു കമ്മിറ്റിയായിരുന്നു. അതിൽ കലേഷ് ബാബു, ജഗദീശൻ RK പുരം ഏരിയ സെക്രട്ടറി ആൻഡ് മയൂർവേർ ഫേസ് 2 വാസുദേവൻ സർ, അങ്ങനെ തുടങ്ങിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ആയിരുന്നു ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഈ കമ്മിറ്റിയുടെ ചുമതല കൺസ്ട്രക്ഷൻ വർക്കുകൾ നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫണ്ട് അതാത് സമയത്ത് നമ്മൾക്ക് എത്തിച്ചു തരുന്നത് അന്നത്തെ ട്രഷററും ആയ ശ്രീ K സുന്ദരേശനും ശ്രീ CL ആൻ്റണി സാറും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നെ ഈ കമ്മിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് കമ്മിറ്റി ഫോം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബേസിക് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ അഡ്വൈസറി ബോർഡിൽ ഡിസ്കസ് ചെയ്യുകയും അഡ്വൈസറി ബോർഡ് പ്രൊഫസർ KT രവീന്ദ്രൻ്റെ പേര് സജസ്റ്റ് ചെയ്യുകയുണ്ടായി. പ്രൊഫസർ KT രവീന്ദ്രൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ്. അദ്ദേഹത്തിന് അന്ന് ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്ട്രക്ചർ ചെയ്തതിന് അവാർഡുമൊക്കെ കിട്ടിയ സമയമായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെൻട്രൽ കമ്മിറ്റിയിൽ അവർ അവതരിപ്പിക്കുകയും സെൻട്രൽ കമ്മിറ്റി അപ്രൂവൽ കൊടുക്കുകയും ചെയ്തതനുസരിച്ച് നമ്മൾ KT രവീന്ദ്രനെ സമീപിക്കുകയാണ്. അങ്ങനെ KT രവീന്ദ്രൻ സാറിൻ്റെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഏരിയ കവർ ചെയ്യാമെന്ന് അനുസരിച്ച് ആ ഏരിയ 2 സൈഡിലാക്കി കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിൻ്റെ ഇടയിൽ ഒരു കോർട്ട്യാർഡ് പോലെ ഇട്ടിട്ടുള്ള ഒരു പ്ലാനിങ് കൺസെപ്റ്റ് പ്രൊഫസർ KT രവീന്ദ്രൻ്റെ തന്നെയാണ്. അദ്ദേഹം അന്ന് വിചാരിച്ചത് ആ സെൻട്രലിലുള്ള ആൽമരവും ആ കോർട്ട്യാർഡും നമുക്ക് പല ആശയങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് നല്ല ഒരു ഇതായിരിക്കും എന്നുള്ള രീതിയിലാണ് ആ രീതിയിലുള്ള ഒരു പ്ലാനിങ് വന്നത്. പിന്നെ തന്നെയുമല്ല,
ഈ രണ്ട് സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കെന്തായാലും കവേർഡ് ഏരിയ അത്രയുമില്ല, മുഴുവൻ കവർ ചെയ്യാനുള്ള ഒരു വകുപ്പില്ല നമ്മൾ ബേസ്മെൻ്റ് എടുത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പററി സ്ട്രക്ചർ പണിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ള ഒരു ആശയമായിരുന്നു ആ കൺസെപ്റ്റിൻ്റെ. പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ പരിമിതി കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഭാസ്കർജിയുടെ നേതൃത്വത്തിൽ KT രവീന്ദ്രൻ സാറിനെ പോയി കാണുകയും അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ്റെ രീതികൾ, അതിൻ്റെ ചോദ്യം ചെയ്യലുകളും അതൊന്നും അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാവണം അദ്ദേഹം അതിനോടുള്ള എനിക്കിതുമായിട്ട് മുന്നോട്ട് പോകാൻ പരിമിതിയുണ്ട് എന്ന് തന്നെ പറയുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് KT രവീന്ദ്രൻ സാറിനെ ഒരു കണക്കിലൊരു ചലഞ്ച് ചെയ്തുകൊണ്ടാണ്. സർ 2 വർഷത്തിനകം ഞങ്ങൾ എന്തായാലും ഇത് പൂർത്തീകരിക്കും എന്നൊരു വാക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നിരാശയായി അദ്ദേഹം പിന്മാറിയത്. തിരികെ വന്ന് നമ്മൾ കുറേ ആർക്കിടെക്റ്റിനെ തിരക്കുകയും അങ്ങനെ റേറ്റും അതും എല്ലാം നോക്കുമ്പോൾ നമുക്ക് വാസ്തുമണ്ഡൽ എന്നൊരു ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി കിട്ടുകയാണ് ഉണ്ടായത്. അതിൻ്റെ ആർക്കിടെക്റ്റ് ശ്രീ സതീഷ് ഡെറോജ് ആയിരുന്നു. അതൊരു നോർത്ത് ഇന്ത്യൻ ആർക്കിടെക്റ്റ് ആയിരുന്നു. അദ്ദേഹം സ്കൂൾ ഓഫ് പ്ലാനിങ്ങിൽ നിന്ന് MArch എടുത്ത ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞു, ഈ കൺസെപ്റ്റ് മാറ്റണ്ട, യു ജസ്റ്റ് ഡീറ്റെയിൽ ഇറ്റ് ഔട്ട് വിത്ത് ദിസ് കൺസെപ്റ്റ്. അങ്ങനെ അദ്ദേഹം ഈ കൺസെപ്റ്റിൻ്റെ ഡീറ്റെയിലായിരുന്നു ഈ നമ്മുടെ ബിൽഡിങ് ഉണ്ടാക്കിയത്. അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യട്ടോ എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു വേണ്ട, കൺസെപ്റ്റ് ഇത് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞതല്ലേ എന്ന് കരുതി ആ കൺസെപ്റ്റിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. കൺസ്ട്രക്ഷൻ എനിക്ക് തോന്നുന്നു 2005 ഡിസംബറിൽ എങ്ങാണ്ടാണ് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തെറ്റുണ്ടോ എന്തെന്ന് അറിഞ്ഞുകൂടാ. സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ കൺസ്ട്രക്ഷൻ തകൃതിയായിട്ട് മുന്നോട്ട് പോവുകയും ഇടയ്ക്ക് ഫണ്ടിൻ്റെ പ്രോബ്ലംസ് വരികയൊക്കെ ഉണ്ടായി. അന്ന് ഫണ്ടിന് നമ്മളെ സഹായിച്ചത് യൂസഫ് അലി സാർ വളരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ലില്ലി ജോർജ് മാം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ നിരവധി ആൾക്കാരാണ് കുറച്ച് പൈസ തന്ന. ഈ യൂസഫ് അലി സാർ നല്ലൊരു എമൗണ്ടാണ് നമ്മളെ സഹായിച്ചത്. അന്ന് നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഫോയർ അദ്ദേഹത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യാമെന്നും അതേപോലെ മൾട്ടിപർപ്പസ് ഹാൾ ലില്ലി ജോർജിൻ്റെ പേരിൽ മാം പറയുന്ന ആളിൻ്റെ പേരിൽ നാമകരണം ചെയ്യാമെന്നുമാണ്. അതേപോലെ ലൈബ്രറി സെറ്റ് ചെയ്യാമെന്ന് ഷേർലി മാധവൻകുട്ടി മാം ഏൽക്കുകയും VK മെമ്മോറിയൽ ലൈബ്രറി എന്ന് പേരിടണം എന്നൊക്കെ അന്ന് തീരുമാനിച്ചതാണ്. എന്തായാലും നമ്മൾ കൺസ്ട്രക്ഷനുമായിട്ട് മുന്നോട്ട് പോവുകയും നമുക്ക് പൈസ വേണ്ടപ്പോൾ ഈ കമ്മിറ്റിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളും പൈസയുമായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ഇല്ല. നമ്മൾക്ക് പൈസ വേണ്ടുമ്പോൾ നമ്മളത് ട്രഷറർ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി അറിയിക്കുകയും അവരതിൻ്റെ ചെക്ക് തരികയും ചെയ്യുക എന്നുള്ള ഒരു രീതിയായിരുന്നു. അത് കാരണം തന്നെ മിസ്മാനേജ്മെൻ്റ് ഉണ്ടാകാൻ ഒരു ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു ഭാസ്കർജി അങ്ങനെ ഒരു രീതി എടുത്തത്. അപ്പോൾ അങ്ങനെ ഇത് മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും കൺസ്ട്രക്ഷൻ മുന്നോട്ട് തന്നെ പോയി. പക്ഷെ നമുക്കത് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സ്ട്രക്ചർ കംപ്ലീറ്റ് ആയതിനു ശേഷം അന്ന് ഭാസ്കർജി പിന്നെ ബാംഗ്ലൂരിന് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം വയ്ക്കുകയും അങ്ങനെ അദ്ദേഹം അത് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ ബാംഗ്ലൂർക്ക് പോകേണ്ടി വരികയും ചെയ്തു. കാരണം അഹോരാത്രം ഈ സമുച്ചയത്തിന് വേണ്ടി സമയം ചിലവഴിച്ച ഒരാളായിരുന്നു അദ്ദേഹവും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ CL ആൻ്റണി സാറും പിന്നെ അവരുടെ കൂടെ അന്നുള്ള എല്ലാ ഓഫീസ് ബെറേഴ്സും വളരെയധികം ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സേനുദ്ദീൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വരുന്നതും പിന്നെ നമ്മൾ കുറച്ച് പൈസ നമ്മൾ അതിനു വേണ്ടി അവർ സംഘടിപ്പിക്കുന്നതും അതിന് ബാബു പണിക്കരുടെ നേതൃത്വത്തിൽ സേനുദ്ദീൻ സാറും കൂടെ പേഴ്സണൽ ഗ്യാരണ്ടി നിന്നിട്ട് പൈസ എടുക്കുക അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അത് ആസ് എ കമ്മിറ്റി മെമ്പർ, ആസ് എൻ ഏരിയ ചെയർമാൻ എനിക്കതൊക്കെ അറിയാം. കമ്മിറ്റിയിൽ ഞാൻ ഭാഗവാക്കാവുന്നത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയാം. അങ്ങനെ നമ്മളത് കൺസ്ട്രക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരുപാട് വ്യക്തികളുണ്ട്. ബാബുറാം സാറിൻ്റെ സഹായങ്ങൾ, പിന്നെ ആൻ്റണി സാറ് ഫുൾ ടൈം കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെയായിരുന്നു. നമ്മൾ ഓഫീസ് കഴിഞ്ഞാൽ ഡെയിലി കൺസ്ട്രക്ഷൻ തീരുന്നവരെ ആർക്കപുരത്തുണ്ടാവുമായിരുന്നു. അത് വളരെ രാത്രിയായിട്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു പോകുന്നത് തന്നെ. അങ്ങനെ നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഒരു പേഴ്സണൽ ഒരു എഫർട്ട് അതിനകത്ത് ഇട്ടതുകൊണ്ട് അന്നത്തെ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം വളരെ
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് പ്രവർത്തിക്കാൻ തോന്നുന്ന ഒരു രീതിയായിരുന്നു. ആ രീതിയിലാണ് അസോസിയേഷൻ്റെ പ്രവർത്തനം, ആ രീതിയിലാകണമെന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. എനിക്കൊന്ന് 2008 ഏപ്രിലാണ് നമ്മളത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്, വിഷു ഡേയിൽ. അന്നത്തെ ഇനാഗുറേഷനിൽ എനിക്ക് ഓംചേരി സാറിൻ്റെ സെൻറ്റൻസ് ഓർമ്മയുണ്ട്. ഡൽഹി മലയാളി അസോസിയേഷൻ ഡൽഹിയിലെ മലയാളികൾക്കും ഇന്ത്യക്ക് വെളിയിലുള്ള മലയാളികൾക്കും വേണ്ടിയുള്ള ഒരു വിഷു കൈനീട്ടമായിട്ട് സാംസ്കാരിക സമുച്ചയം കൊടുത്തു എന്നുള്ളതാണ്. ആ സാംസ്കാരിക സമുച്ചയത്തിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതിൽ വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ പ്രാവർത്തികമായിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇന്ന് വരെ അത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ആയിട്ടില്ല. സാംസ്കാരിക സമുച്ചയത്തിനെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഇനിയുള്ള കമ്മിറ്റികൾ നിരന്തരം ശ്രമിക്കണം. നമ്മൾക്ക് നമ്മുടെ സെക്കൻഡ് ജനറേഷനിലേക്ക് ഈ സാംസ്കാരിക സമുച്ചയം കൈമാറുന്നതിനായി അവരെ അട്രാക്റ്റ് ചെയ്യുന്ന, വനിതകളെ അട്രാക്റ്റ് ചെയ്യുന്ന പരിപാടികളുമായി ഇപ്പോഴത്തെ കമ്മിറ്റി മുന്നോട്ട് വരണം. അതിനുവേണ്ടി ഊർജ്ജസ്വലമായ ഏരിയകൾ സെൻട്രൽ കമ്മിറ്റിയുടെ കൂടെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും സെൻട്രൽ കമ്മിറ്റി നമ്മളുടെ ഭാഗമാണ് എന്ന് വിചാരിച്ച് അവരോട് ഒത്തൊരുമിച്ച് പോകേണ്ടുന്ന ഒരു ലീഡർഷിപ്പായിരിക്കണം എല്ലാ ഏരിയയ്ക്കും ഉണ്ടാകേണ്ടത്. ഏരിയ ഭാരവാഹികൾ അത് നമ്മുടെ മെമ്പേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. കാരണം മലയാളികൾക്ക് ഉള്ള ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്ഷുഭിതരാകുകയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകും. നമ്മൾ വിചാരിക്കേണ്ടത് എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല. 10-25 ഏരിയ ഉള്ള ഒരു ഓർഗനൈസേഷനിൽ പല ഏരിയകൾക്കും പല സ്വഭാവമായിരിക്കും. ഇവരെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് ഒരുപോലെ കൊണ്ടുപോകേണ്ടത് ഒരു ലീഡർഷിപ്പിൻ്റെ കഴിവാണ്. അപ്പോൾ ആ രീതിയിൽ ഏരിയയും സെൻട്രൽ കമ്മിറ്റിയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ നമ്മൾക്ക് ഇനിയും നമ്മുടെ അസോസിയേഷനെ വളരെ ഉന്നതിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയൂ. അതിനുവേണ്ടി നിങ്ങൾ ഈ പുതുവത്സര അവസരത്തിൽ ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വർത്തമാനം നിർത്തുകയാണ്. എന്നെ ഇവിടെ ഇതിനു വേണ്ടി ക്ഷണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നവത്സര ആഘോഷങ്ങളുടെ സമാപന സമ്മേളനമായ ഇന്ന് ഈ മീറ്റിങ്ങിൽ ആശംസ അറിയിക്കാനായിട്ട് എന്നെ കൂടെ ഭാഗമാക്കിയ ഇതിൻ്റെ ഈ DMA-യുടെ പട്ടേല കൃഷ്ണാക്ക ചെയർമാൻ ശ്രീ കല്ലറ മനോജനോടും ഇതിൻ്റെ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട PV പ്രിൻസ് അവരോടും ഈ ശാഖയുടെ മറ്റ് ഭാരവാഹികളോടും എല്ലാവരോടും എൻ്റെ വിനീതമായ നമസ്കാരം. പുതുവർഷത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് കോവിഡ് കാരണം നമ്മുടെ ആശ്രയമെല്ലാം നഷ്ടപ്പെട്ട്, നമ്മുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകാനായിട്ട് ഈ പുതുവർഷത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഹാപ്പിനെസ് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഇല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഇല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് യൂണിറ്റി ആവശ്യമാണ്. ഒരു യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുള്ളൂ. അത് കുടുംബത്തിലായാലും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിലൊരു യൂണിറ്റി, അന്യോന്യം, പേരൻസ് തമ്മിൽ, കുഞ്ഞുങ്ങൾ തമ്മിൽ ഒരു ഹാപ്പിനെസ്, ഒരു യൂണിറ്റി ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ഹാപ്പിനെസ് ഉണ്ടാകും. രണ്ടാമത് ഹാപ്പിനെസ് ഉണ്ടാകുന്നതിൻ്റെ വലിയ കാര്യം എന്ന് പറയുന്നത് ഈശ്വര സാന്നിധ്യം. ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലുണ്ടാവണം, നമ്മളിലുണ്ടാവണം. നമ്മളിലുണ്ടാകുമ്പോൾ ഒരു വലിയ വ്യതിയാനത്തിലേക്ക് ഇത് മാറ്റുവാനായിട്ട് നമുക്ക് സാധ്യമാണ്. അപ്പോൾ ഈശ്വര ചൈതന്യം ഇല്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിൽ മറ്റുള്ളവരോടുള്ള നമ്മളുടെ കരുണ, ദയ, അതൊന്നും നമ്മുടെ പ്രവർത്തനങ്ങളിലോ നമ്മുടെ സംസാരത്തിലോ ഒരു പക്ഷേ അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈശ്വര സാന്നിധ്യം നമ്മളിൽ ആവഹിക്കാനായിട്ട് ഈ 2021 നിങ്ങൾ താല്പര്യപ്പെടണം എന്ന് പറയാനായിട്ട് ഞാൻ സമയം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ദയാലുക്കളായി ജീവിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ കരുതുവാനാണ്, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുവാനായിട്ട്, മറ്റുള്ളവർ നമ്മളെപ്പോലുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കുവാൻ, അവരുടെ ചെറുതും വലുതുമായുള്ള ആവശ്യങ്ങളിൽ നമ്മുടെ സാമീപ്യം, നമ്മുടെ സാമ്പത്തികമായ സഹായങ്ങൾ അതൊക്കെ കൊടുക്കുവാനായിട്ട്
നമുക്ക് ഈ പുതുവർഷത്തിൽ നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന് പറയാനായിട്ട് സാധ്യമാകുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ അകന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സെൽഫിഷായിട്ട് മീൻസ് സ്വന്തം കാര്യം ചിന്താവ എന്നൊരു കണ്ടീഷനിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനപ്പുറമായിട്ട് മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് സ്വാതന്ത്ര്യമായി നിൽക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ പുതുവർഷം ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് പറയാനത്രയും ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ പട്ടേൽ നഗറിൽ താമസിക്കുന്ന എല്ലാവരും ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതുമാണ്. പട്ടേൽ നഗറെ സംബന്ധിച്ചോളം ഒരാവശ്യമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്, നമ്മുടെ കൂട്ടുകാരാണ്, നമ്മൾ എപ്പോഴും കാണുന്ന വ്യക്തിത്വ ഉടമകളാണ്. അവരൊക്കെ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ്. ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിലെടുത്ത് അതുപോലെ ചെയ്യാൻ പാകത്തിലുള്ള ആ രീതി ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരെല്ലാം ഈ സമയത്ത് ഞാൻ അനുമോദിക്കുന്നു. തുടർന്നും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു കൂട്ടായ തീരുമാനങ്ങളിലൂടെ ഒരേ യൂണിറ്റിയോടുകൂടി നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. 2021 എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇതിൻ്റെ DMAയുടെ സെൻട്രൽ കമ്മിറ്റി, അതുപോലെ DMAയുടെ പട്ടേൽ നഗർ ശാഖയിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് വിശിഷ്ട അതിഥിയായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫ് സാറ്, അച്ഛന്മാർ എല്ലാവരെയും ഈ സമയത്ത് ഒരിക്കൽ കൂടി ഓർക്കുകയും അവരുടെയൊക്കെ നല്ല മെസ്സേജുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസ നേടിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പൊഴിയും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പൊഴിയും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനെ ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന ബലമടക്കി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പൊഴിയും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പൊഴിയും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാതുരാവി മണ്ണിൽ ജീവനക്കാരന്റെ നാരൻ പിറക്കുകയാ. പാതുരാവി മണ്ണിൽ ജീവനക്കാരന്റെ നാരൻ പിറക്കുകയാ. പാടിയാക്കൂ വീണു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുജന ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പൊഴിയും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉണ്ണിയേശു പിറന്നു, ലോകനാഥൻ പിറന്നു. ഉണ്ണിയേശു പിറന്നു, ലോകനാഥൻ പിറന്നു. മണ്ണും മണ്ണും ആകാശത്തെ നിർത്തിക്കടന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൂക്കുരുളി കൽപ്പത്തിരി മറിയത്തിൻ മകനാ. അന്നൊരു നാൾ ദൈവസുരൻ പിറന്നതിനോർമദിനം. പൂക്കുരുളി കൽപ്പത്തിരി മറിയത്തിൻ
പാവന അന്നൊരു നാൾ ദൈവസുരൻ വരുവിന്നിലെ മാലാഖകളെ താരും പന്തരവും സുന്ദരവും താനായി താരും പന്തരവും സുന്ദരവും താനായി പൂങ്കൊടിലിൽ കൽപ്പത്തിയിൽ മറിയത്തിൻ്റെ മകനായൊരു നാൾ ദൈവസുരൻ പിറന്നതിനോർ മദിനം വർണ്ണരാജികൾ കിടരുമാറിൽ വെള്ളിമേഘങ്ങൾ പൊഴിയും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി അന്ന് തിങ്കൾ കലപാടി താരകം തന്നെ നോക്കി നടന്നു താരകം തന്നെ നോക്കി നടന്നു കണ്ടു രാജാതിരാജന്റെ പൊന്നിരുമേനി രാജാതിരാജന്റെ പൊന്നിരുമേനി അവർ യഹൂദിയായിലെ ശരി അങ്ങോട്ട് കയറി നേരെ ജോഷേ ജോഷേ ദേവനാദം കേട്ടു മന്നവർ മൂവരും ദാവീദിൻ സുതനേ മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധി ദേവാദിദേവന്റെ തിരുസന്നിധി അവർ കാഴ്ചകൾ വച്ചു വണങ്ങി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരുണ്ടായി രാജപാലകർ ദേവനാദം കേട്ടു ആമോദന വർണ്ണരാജികൾ നിലണ്ടായി വെള്ളിമേഘങ്ങൾ പൊഴിയുണ്ടായി രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ In the 90s and wish you Happy New Year. Happy New Year.